കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ഓച്ചിറ യൂണിറ്റ് വാർഷിക പൊതുസമ്മേളനം നടത്തി. കുടുംബസംഗമവും ഇതോടനുബന്ധിച്ച് നടത്തി. ആദരവ്, അനുമോദനം എന്നിവയും സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ഓച്ചിറ യൂണിറ്റ് വാർഷിക പൊതുസമ്മേളനം നടത്തി. കുടുംബസംഗമവും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. ചങ്ങൻകുളങ്ങരയിൽ നടന്ന പരിപാടി CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. നല്ല ഒത്തൊരുമയോടുകൂടി വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ്. പട്ടാളത്തിൽ ഇരുന്നപ്പോൾ ഉള്ളതിനേക്കാൾ ആവേശത്തോടുകൂടി ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എല്ലാ പിന്തുണയും സഹായവും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. KSCSL സംസ്ഥാന വൈസ് പ്രസിഡന്റ് D ശശികുമാർ മുഖ്യാതിഥിയായി. കുടുംബസംഗമം താലൂക്ക് മഹിളാ വിംഗ് പ്രസിഡന്റ് തുളസി ശങ്കർ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ജില്ലാ പ്രസിഡന്റ് P സതീഷ് ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി വീർ സൈനിക മാതാപിതാക്കളെ ആദരിച്ചു. വീർനാരികളെ ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവിയും 80 വയസ്സ് തികഞ്ഞ വിമുക്ത ഭടന്മാരെ സംസ്ഥാന മഹിളാ വിംഗ് സെക്രട്ടറി ജയശ്രീ ദിനമണിയും ദാമ്പത്യ ജീവിതത്തിൽ 50 വർഷം തികഞ്ഞ വിമുക്ത ഭടന്മാരെ താലൂക്ക് മഹിളാ വിംഗ് സെക്രട്ടറി ശ്രീദേവിയും ആദരിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രത്യേക ജന്മദിന ആശംസാ പത്രം ഏറ്റുവാങ്ങിയ കരുനാഗപ്പള്ളി താലൂക്കിൽ ലീഗൽ അഡ്വൈസറായി പ്രവർത്തിച്ചു വരുന്ന ശങ്കരപിള്ളയും ആദരിച്ചു. മഹിളാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് ഉമാദേവിയാണ് ആദരവ് നിർവഹിച്ചത്. ഓച്ചിറ യൂണിറ്റ് പ്രസിഡന്റ് N ജനാർദ്ദൻ പിള്ള അധ്യക്ഷത വഹിച്ചു. VS വിനോദ് അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു. C തുളസീധരൻ പിള്ള സ്വാഗതം പറഞ്ഞു. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ഡിഗ്രി PG വിഭാഗത്തിൽ 60% മാർക്ക് കരസ്ഥമാക്കിയവരെയും പ്രൊഫഷണൽ കോഴ്സുകളിൽ 60% മാർക്ക് കരസ്ഥമാക്കിയവരെയും ചടങ്ങിൽ ആദരിച്ചു. ശ്രീലത പ്രകാശ്, ശ്രീകുമാർ, രാജു, സിന്ധു അജയകുമാർ, വിജയകുമാരി, സാവത്രിപിള്ള, S രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഒടുവിൽ അത് നിറവേറണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ കരുനാഗപ്പള്ളി താലൂക്കിൻ്റെ പ്രസിഡന്റ് സ്ഥാനം നിർബന്ധപൂർവ്വം ഏറ്റെടുക്കണമെന്ന് എല്ലാവരോടും ആവശ്യപ്പെടുകയും അദ്ദേഹം ആ സ്ഥാനത്ത് വരികയും ചെയ്തപ്പോൾ ഈ കെട്ടിട നിർമ്മാണത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞെങ്കിലും എല്ലാവരും അത് കൈയടിച്ച് പറഞ്ഞെങ്കിൽ തന്നെയും. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.